സർക്കാരിനെതിരായി, അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യവ്യാപകമായി സത്യാഗ്രഹങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരെ പോലീസ് സ്റ്റേഷനിൽ അടച്ചു, ജയിലിൽ അടച്ചു, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി. കേരളത്തിലും ഈ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത്, ഇതിന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനായിരുന്നു. പട്ടം പറപ്പിക്കൽ തുടങ്ങിയ പ്രാകൃതമായ ക്രൂരമായ നടപടികളാണ് ജയിലുകളിലും തടവറകളിലൊക്കെ നടന്നിരുന്നത്, പോലീസ് സ്റ്റേഷനിലൊക്കെ നടന്നിരുന്നത്. ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകളാണ് തടവുകാർക്ക് നേരെ അല്ലെങ്കിൽ സത്യാഗ്രഹികൾക്ക് നേരെ പോലീസ് നടത്തിയത്. കേരളത്തിലും നിരവധി പേർ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനമേറ്റ് മരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ക്രൂരതകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു പോകരുതെന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പിടിവാശി. അതുകൊണ്ട് തന്നെയാണ് അവർ പത്രങ്ങൾക്ക് കൂച്ചുവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അന്ന് ഇത് പുറത്തു കൊണ്ടുവരാൻ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ RSS പ്രവർത്തകർ കുരുക്ഷേത്ര തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി സമരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നേതാക്കന്മാരുടെ ആഹ്വാനങ്ങളും അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു.